ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഉള്ളതും കെമിക്കൽസ് ഒന്നും ചേരാത്തതുമായ ഒരു ഗരം മസാല കൂട്ട് ഈസിയായി വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനിയും നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. പെരുംജീരകം, കറുവപ്പട്ട, ജാതിപത്രി, ഏലയ്ക്ക, കുരുമുളക്, മല്ലി, ഗ്രാമ്പൂ, തക്കോലം, വറ്റൽമുളക്. ഇനിയും പെരുംജീരകമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അത് 30 ഗ്രാമാണ്. 30 ഗ്രാം എന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂൺ. അതിന് നമ്മൾ 10 ഗ്രാം കറുകപ്പട്ട, അതായത് 1 ടേബിൾ സ്പൂൺ, 2 ജാതിപത്രി, 10 ഗ്രാം ഏലയ്ക്ക, അതായത് 15 ഏലയ്ക്ക, പിന്നെ 15 ഗ്രാമ്പൂ, അതൊന്ന് 10 ഗ്രാമാണ്. പിന്നെ 2 തക്കോലം, ഒരു വലുതും ഒരു ചെറുതും, പിന്നെ 2 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ട് വരാം. ഡ്രൈ റോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എണ്ണ ചേർക്കാതെ നമ്മൾ അടുപ്പേ വെച്ച് വറക്കുന്നതിനാണ്. ഇനി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. മസാലക്കൂട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് പാനിലും ഡ്രൈ റോസ്റ്റ് ചെയ്യാവുന്നതാണ്. ചട്ടി നന്നായി ചൂടാകുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയി കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. കേട് കൂടാതിരിക്കാനും എണ്ണമയം പോകാനും ഈർപ്പം കൂടാതിരിക്കാനുമാണ് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാലക്കൂട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വറ്റൽമുളക് അല്പം കൂടി മൂക്കാനുണ്ടായിരുന്നു. അത് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് ഇപ്പോൾ അത് മൂത്ത്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് തണുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. ഗരം മസാലക്കൂട്ട് പൊടിക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം ഇടവിട്ടിളക്കി കൊടുത്ത് വേണം പൊടിച്ചെടുക്കാൻ. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ചെറുതരിയോടുകൂടി നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ഗരം മസാലക്കൂട്ട് ചൂട് പോകുന്നതിന് വേണ്ടി ഒരു പേപ്പറിൽ നിരത്തിയിട്ടിരിക്കുകയാണ്. ഗരം മസാലക്കൂട്ടിൻ്റെ ചൂടാറിയിട്ടുണ്ട്. രുചി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലേക്ക് നമുക്ക് മാറ്റാം. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഗരം മസാലക്കൂട്ട് തയ്യാറാക്കിയത്. കൂടുതൽ പൊടിച്ച് വയ്ക്കാതെ നമ്മുടെ ആവശ്യാനുസരണം 2-3 മാസത്തേക്ക് പൊടിച്ച് വയ്ക്കുക. ഇങ്ങനെ പൊടിക്കുന്നത് മൂലം കടകളിൽ പാക്കറ്റുകളിൽ ഇരിക്കുന്ന പഴകിയ മസാലക്കൂട്ട് വാങ്ങാതെ കുറഞ്ഞ ചിലവിൽ നല്ല ക്വാളിറ്റിയും ടേസ്റ്റുമുള്ള ഗരം മസാലക്കൂട്ട് ഈസിയായി വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.